ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. അതായത് ഒരു സെമി കണ്ടക്ടറിൻ്റെ എക്സ്ട്രീംലി പ്യുവർ ഫോമിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഏതൊരു റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നു. ഇനി ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പ്രോസസ്സിലൂടെയാണ് കറണ്ട് കണ്ടക്ഷൻ നടക്കുക. ആ രണ്ട് പ്രോസസ്സാണ് ഫ്രീ ഇലക്ട്രോണുകളും ഹോൾസും എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് തെർമൽ എനർജി കാരണം ചില കോവാലൻ്റ് ബോൺസ് ബ്രേക്ക് ആവുന്നു. ആ ബ്രേക്ക് ആവുന്നതിലൂടെ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഹോൾസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ കോവാലൻ്റ് ബോണ്ട്. സെമി കണ്ടക്ടറിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളും ഹോളുകളും കാരണമുള്ള കറണ്ടിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി കണ്ടക്ടറിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. അതായത് റൂം ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് കറണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ ടു ഇൻക്രീസ് ഇറ്റ്സ് കറണ്ട് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി പ്യുവർ സെമി കണ്ടക്ടറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ വരുത്തണം. സ്മോൾ എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി ടു എ സെമി കണ്ടക്ടർ ഈസ് നോൺ ആസ് ഡോപ്പിംഗ്. പിന്നെ പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിലെ ഇലക്ട്രോണുകളോ ഹോളുകളുടെയോ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഒരു പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ഒരു സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്താൽ സെമി കണ്ടക്ടറിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്താൽ അത് നമ്മൾ ആഡ് ചെയ്ത ഇംപ്യൂരിറ്റീനെ ആശ്രയിച്ചിരിക്കും. ഇത് സെമി കണ്ടക്ടറിൽ ഒരുപാട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ആയിട്ടുള്ള ആർസനിക് ആഡ് ചെയ്ത സമയത്ത് 4 ഇലക്ട്രോൺസ് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുകയും 1 അവിടെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുകയും ചെയ്തത്. ഇങ്ങനെയാണ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സെമി കണ്ടക്ടറിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആർസനിക്കും ആൻറ്റിമണിയാണ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റിക്കുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ ലാർജ് നമ്പർ ഓഫ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് ഇംപ്യൂരിറ്റീസ് വിച്ച് പ്രൊഡ്യൂസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഡോണർ ഇംപ്യൂരിറ്റി. ഇനി ജെർമേനിയം ക്രിസ്റ്റൽ കൺസിഡർ ചെയ്താൽ ജെർമേനിയം ആറ്റംസിന് 4 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ലൈക്ക് ആർസനിക് അല്ലേ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെർമേനിയം ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ലഭ്യമാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആർസനിക് എന്ന് പറയുന്നത് ഒരു പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ആണ്. ആൻഡ് അതിന് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് കോവാലൻ്റ് ബോണ്ട് വിത്ത് 4 ജെർമേനിയം ആറ്റംസ് ആയിരിക്കും. 4 ജെർമേനിയം ആറ്റംസുമായിട്ട് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നു. എന്ത് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ആർസനിക് ആറ്റം ചേർക്കുമ്പോഴും ഒരു ഇലക്ട്രോൺ ജെർമേനിയം ക്രിസ്റ്റലിൽ ലഭിക്കുന്നു. അതായത് ഓരോ ആർസനിക് ആറ്റവും ഒരു ഫ്രീ ഇലക്ട്രോണിനെ തരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ആർസനിക് ഇംപ്യൂരിറ്റി പോലും വലിയ എമൗണ്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെ, മില്യൺസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിഗറിലും കാണിക്കുന്നത്. ഈ ഒരു എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളൊരു പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന 4 വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നു. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഫ്രീ ആകുന്നു. ആ ഫ്രീ ആയ ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. പിന്നെ പറയുന്നത് എന്താണ്, മെനി ന്യൂ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി.
ഇനി തെർമൽ എനർജി ഇപ്പോഴും കുറച്ച് ഹോൾ ഇലക്ട്രോൺ പെയേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്താണ് ഹോൾസിനേക്കാളും കൂടുതലാണ്. അതായത് ഹോളുകളേക്കാൾ മുൻതൂക്കം ഫ്രീ ഇലക്ട്രോണുകൾക്കാണ് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.